സഭയുടെ അസാമാന്യമായ നിധിശേഖരണങ്ങളാണ് വിശുദ്ധരുടെ ജീവിതം. നമ്മെപ്പോലെ സാധാരണക്കാരായ മനുഷ്യർ അസാധാരണമായ ജീവിതത്തിലൂടെ ദൈവത്തെ പ്രീതിപ്പെടുത്തി ലോകത്തെ അത്ഭുതപ്പെടുത്തിയ കഥകളാണ് ഓരോ വിശുദ്ധൻ്റെയും ജീവിതത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നത്. സഭയുടെ പാപമോചനത്തിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും കരുണയുടെയും ഭവനം എന്ന മുഖം കുറേ കൂടി നമുക്ക് വ്യക്തമാക്കി തരുന്ന ഒരു വിശുദ്ധയെക്കുറിച്ചാണ് നമ്മളിന്ന് ധ്യാനിക്കുന്നത്. ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നോമ്പിൻ്റെയും അനുതാപത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും ഒക്കെ വഴികളിലൂടെ ഈശോയുടെ തിരുജനനം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഹൃദയത്തിലും ഏറ്റെടുക്കുവാനായിട്ട് നാം ഒരുങ്ങുമ്പോൾ അനുതാപത്തിൻ്റെ ശക്തമായ ജീവിതം നയിച്ചുകൊണ്ട് ദൈവകാരുണ്യത്തിലേക്ക് കടന്നു വന്ന ഈജിപ്തിലെ വിശുദ്ധ മറിയത്തെപ്പറ്റി നമുക്ക് അല്പനേരം ധ്യാനിക്കാം. AD 344 ഈജിപ്തിലാണ് വിശുദ്ധ മറിയം ജനിക്കുന്നത്. 12 വയസ്സുവരെ മാതാപിതാക്കളോടൊപ്പം സന്തോഷത്തോടെ ജീവിച്ചിരുന്ന മറിയത്തിന് അസാധാരണമായിട്ടുള്ള ജഡികാസക്തി ഉണ്ടായിരുന്നു. ഇവളുടെ ശരീരത്തിൻ്റെ തൃഷ്ണതകളെ തൃപ്തിപ്പെടുത്താനായിട്ട് മറിയം ഇങ്ങനെ അലഞ്ഞു നടക്കുകയാണ്. അങ്ങനെ 12-ാം വയസ്സിൽ കൊച്ചു മറിയം തൻ്റെ ഭവനത്തിൽ നിന്ന് അലക്സാൻഡ്രിയയിലേക്ക് പോയി. 12 മുതൽ 29 വയസ്സ് വരെ ഏകദേശം 17 വർഷക്കാലം പൊതുവേശ്യാലയത്തിലും അല്ലാതെയും തൻ്റെ ശരീരത്തിൻ്റെ ദാഹത്തെ സംതൃപ്തിപ്പെടുത്താനായിട്ട് ഈ മറിയം ഓടി നടക്കുകയാണ്. പലപ്പോഴും സാമ്പത്തികമായിട്ടുള്ള ലാഭം നോക്കാതെ തൻ്റെ ജീവിതത്തിൻ്റെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പലപ്പോഴും സമ്പത്തിൻ്റെ ലഭ്യത നോക്കാതെ തന്നെ മറ്റുള്ളവരുടെ പിന്നാലെ മറിയം ഓടിയിരുന്നത് മറിയത്തിൻ്റെ ശരീരത്തിൻ്റെ ദാഹത്തെ തീർക്കാൻ വേണ്ടിയായിരുന്നു. 17 വർഷക്കാലം എത്ര വ്യക്തികളോടുകൂടി പാപം ചെയ്തിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ മറിയത്തിന് തന്നെ കണക്കില്ലായിരുന്നു എന്നാണ് അവളുടെ ജീവചരിത്രത്തിൽ പറയുന്നത്. അപ്പോൾ അത്രമാത്രം പാപത്തിൻ്റെ പടുകുഴിയിൽ, അത്രമാത്രം വേശ്യാവൃത്തിയുടെ പടുകുഴിയിൽ ശരീരത്തിൻ്റെ ആസക്തികളാൽ വരിഞ്ഞു മുറുക്കപ്പെട്ട ഒരു ജീവിതമായിരുന്നു ഈജിപ്തിലെ മറിയത്തിൻ്റേത്. മറിയം എല്ലാ തരത്തിലും വ്യക്തികളെ തന്നിലേക്ക് ആകർഷിക്കുവാനും തൻ്റെ ആസക്തികളെ തൃപ്തിപ്പെടുത്തുവാനുമായിട്ട് അവരുടെ പിന്നാലെ ഓടിയിരുന്നു. അങ്ങനെ ഒരു ദിവസം മറിയം കടൽ തീരത്ത് നിൽക്കുമ്പോൾ ആ വാർത്ത അറിയുകയാണ്. ജെറുസലേമിൽ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കുരിശ് സ്ഥാപിച്ചതിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ നടക്കുന്നുണ്ട്. ഈ തിരുനാളിന് വേണ്ടി അനേകം യുവജനങ്ങൾ ജെറുസലേമിലേക്ക് പോകുന്നുണ്ട്. അലക്സാൻഡ്രിയയിൽ നിന്ന് കപ്പൽ കയറാനായിട്ട് ഈ യുവജനങ്ങൾ നിൽക്കുമ്പോൾ ഈ തീർത്ഥാടക സംഘത്തോടൊപ്പം ജെറുസലേമിലേക്ക് പോകുവാനായിട്ട് മറിയം ആഗ്രഹിക്കുന്നു. മറിയം തീർത്ഥാടന സംഘത്തോടൊപ്പം ജെറുസലേമിലേക്ക് പോകുന്നത് അവൾക്ക് ഭക്തി ഉണ്ടായിട്ടോ പരിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളിൽ സംബന്ധിക്കുവാനോ അല്ല, മറിച്ച് ഇവിടെ അനേകം പേരോടൊപ്പം പാപം ചെയ്തിട്ടും ഇവളുടെ ശരീരത്തിൻ്റെ ദാഹം സംതൃപ്തിപ്പെടുത്താൻ ഇവൾക്ക് സാധിക്കുന്നില്ല. അപ്പോൾ അവൾ വിചാരിക്കുകയാണ്, വളരെ വ്യത്യസ്തമായിട്ട് ഒരു കപ്പൽ യാത്രയിൽ ഇങ്ങനെയുള്ള ലൈംഗിക വേഴ്ചകളിൽ ഏർപ്പെടുന്നതിൻ്റെ ഒരു സംതൃപ്തി ഒന്ന് മനസ്സിലാക്കാം. അങ്ങനെ പലരോട് കാര്യങ്ങൾ തിരക്കിക്കൊണ്ട് ഒരു വിധത്തിൽ ഈ കപ്പലിൽ കയറിപ്പറ്റാനായിട്ട് ഇവൾ പരിശ്രമിക്കുകയാണ്. ഇവൾ ഈ കപ്പലിൽ ചെല്ലുമ്പോൾ കപ്പൽ തൊഴിലാളികൾ ടിക്കറ്റ് ചോദിക്കുമ്പോൾ ഇവൾ പറയും, എൻ്റെ ടിക്കറ്റ് ഇല്ല, പക്ഷേ അതിന് പകരമായിട്ട് ഞാൻ എൻ്റെ ശരീരം നിങ്ങൾക്ക് തരാം. മറിയത്തിൻ്റെ വാക്ക് കേട്ട് കപ്പൽ തൊഴിലാളികൾ വളരെ സന്തുഷ്ടരായിട്ട് ടിക്കറ്റ് വാങ്ങാതെ മറിയത്തെ
കപ്പലിൽ യാത്ര ചെയ്യാനായിട്ട് അനുവദിക്കുന്നു. മറിയത്തെ സംബന്ധിച്ചിടത്തോളം അവൾക്കൊരൊറ്റ കാര്യം മതി. തൻ്റെ ശരീരത്തിൻ്റെ ദാഹത്തെ എന്ത് വില കൊടുത്തും അവൾക്ക് തൃപ്തിപ്പെടുത്തണം. അതിനെത്രമാത്രം പുരുഷന്മാരെ മാറി മാറി ഉപയോഗിക്കാമോ അത്രയും പുരുഷന്മാരെ ഉപയോഗിക്കാനായിട്ട് അവൾ തയ്യാറാവുകയാണ്. അങ്ങനെ ഈ കപ്പൽ യാത്രയിൽ അനേകം തീർത്ഥാടകരെ അവരുടെ ഇഷ്ടമില്ലാതെ തൻ്റെ പ്രത്യേക ചാതുര്യത്തിൽ പാപത്തിൻ്റെ കെണിയിലേക്ക് അവൾ വീഴ്ത്തിച്ചു. അക്ഷരാർത്ഥത്തിൽ പിശാചിൻ്റെ അംബാസഡറായിട്ട്, പിശാചിൻ്റെ ഏജൻ്റായിട്ട് മറിയം പ്രവർത്തിക്കുകയാണ്. കുറേ ദിവസത്തെ പാപജീവിതത്തിന് ശേഷം ജെറുസലേമിൽ ദേവാലയത്തിൽ തീർത്ഥാടകരോടൊപ്പം പ്രാർത്ഥനയ്ക്ക് കയറുവാനായിട്ട് മറിയത്തിൻ്റെ മനസ്സിൽ ഒരു തോന്നലുണ്ടായി. അങ്ങനെ മറ്റുള്ള എല്ലാ തീർത്ഥാടകരോടും ഒപ്പം മറിയം ജെറുസലേമിലെ ഈശോയുടെ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ആഘോഷത്തിനായിട്ട് പ്രവേശിക്കുകയാണ്. പക്ഷേ മറിയത്തിൻ്റെ ജീവിതത്തിൽ ഇതുവരെ അവളുടെ സ്വപ്നങ്ങളിൽ പോലും അവൾക്ക് ചിന്തിക്കുവാൻ സാധിച്ചിട്ടില്ലാത്ത ഒരു സംഭവം നടക്കുകയാണ്. തീർത്ഥാടകർ ഓരോരുത്തരായിട്ട് ഈ ദൈവാലയത്തിൻ്റെ പ്രധാന വാതിൽ വഴി അകത്തേക്ക് പ്രവേശിച്ച് ഈശോയുടെ കുരിശ് വണങ്ങി പ്രാർത്ഥിക്കുന്നു. ഇത് കണ്ടുകൊണ്ട് മറിയം വളരെ സന്തോഷത്തോടുകൂടി, എന്നാൽ ഹൃദയത്തിലൊരു അനുതാപവും ഇല്ലാതെ ഈ ദൈവാലയ വാതിക്കൽ കടന്നു വരികയാണ് ദൈവാലയത്തിനുള്ളിൽ പ്രവേശിക്കുവാൻ. പെട്ടെന്ന് ഒരു ശക്തി ഈ ദേവാലയ വാതിക്കൽ നിന്ന് ഇവളെ പുറകോട്ട് വലിച്ച് എറിയുന്നു. ഒരു പ്രാവശ്യം പരിശ്രമിച്ചു, 2 പ്രാവശ്യം പരിശ്രമിച്ചു, 3 പ്രാവശ്യം മറിയം ഇങ്ങനെ പരിശ്രമിക്കുകയാണ്. മറിയം ദേവാലയത്തിനുള്ളിൽ പ്രവേശിക്കാനായിട്ട് പരിശ്രമിക്കുമ്പോൾ അദൃശ്യമായ ഒരു രഹസ്യ ശക്തി ഈ മറിയത്തെ ദൈവാലയ വാതിക്കൽ നിന്ന് പിടിച്ച് തള്ളുകയാണ്. അങ്ങനെ മറിയം 3-ാം പ്രാവശ്യം തെറിച്ച് വീഴുന്നത് ആ ദൈവാലയ മുറ്റത്ത് സ്ഥാപിച്ചിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ രൂപക്കൂടിന് മുന്നിലാണ്. ഈ രൂപക്കൂടിന് മുന്നിൽ കിടന്നുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ മറിയത്തിന് വലിയ അനുതാപമുണ്ടായി. മറിയം പരിശുദ്ധ അമ്മയോട് പറയുകയാണ്, രക്ഷകൻ്റെ അമ്മയെ ഞാൻ തിരിച്ചറിയുന്നു, എൻ്റെ ജഡിക പാപം നിമിത്തമാണ് എനിക്ക് ദൈവാലയത്തിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കാത്തത്. മറിയം പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവപുത്രന് മാതാവായി തീർന്നവളെ, ശരീരത്തിൻ്റെ വിശുദ്ധി എല്ലാ അർത്ഥത്തിലും കാത്തു സൂക്ഷിച്ചവളെ, അമ്മയുടെ പുത്രനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് യഥാർത്ഥ അനുതാപം നൽകി ദൈവാലയത്തിൽ പ്രവേശിക്കുവാനുള്ള ഒരു അനുഗ്രഹം എനിക്ക് വേണ്ടി മേടിച്ചു തരണമേ. നിൻ്റെ പുത്രൻ ഞങ്ങൾക്ക് വേണ്ടി ബലിയായി തീർന്ന ആ മരക്കുരിശൊന്ന് വണങ്ങി പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ. അങ്ങനെ ചങ്കു പൊട്ടുന്ന അനുതാപത്തോടെ പരിശുദ്ധ അമ്മയുടെ രൂപത്തിനു മുൻപിൽ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഈ മറിയം അലറിക്കരയുകയാണ്. അനുതാപത്തിൻ്റെ വാക്കുകളും പ്രാർത്ഥനകളും മറിയത്തിൻ്റെ ചങ്കിൽ നിന്ന് ഉയരുകയാണ്. പരിശുദ്ധ അമ്മയോട് പറയുന്നത് ഇങ്ങനെയാണ്, അമ്മേ, ദൈവഹിതം നിവർത്തിച്ചവളെ, ദൈവത്തിൻ്റെ ഹിതം ഒരു നിമിഷം പോലും ജീവിക്കുവാൻ സാധിക്കാതെ പോയ പാപിക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. പുത്രൻ തമ്പുരാനോട് പറയുകയാണ്, കർത്താവായ യേശുവേ, അവിടുന്ന് കാൽവരി കുരിശിൽ ബലിയായപ്പോൾ അവിടുത്തെ ശരീരം ഞങ്ങൾക്കായിട്ട് അനേകം പീഡനങ്ങൾ ഏറ്റുവാങ്ങിയല്ലോ. എൻ്റെ ശരീരം ഒരിക്കൽ പോലും ഞാൻ വിശുദ്ധമായി സൂക്ഷിച്ചിട്ടില്ല. എൻ്റെ ശരീരം എപ്പോഴും മലിനമാണ്. ശരീരത്തിൽ പീഡയേറ്റവനെ, എൻ്റെ ശരീരത്തിൻ്റെ കുറവുകളെ പരിഹരിച്ച് ഈ ദേവാലയത്തിൽ എന്നെ പ്രവേശിപ്പിക്കണമേ. അങ്ങനെ അല്പനേരത്തെ കണ്ണീരോടെയുള്ള പ്രാർത്ഥന മറിയത്തിന് ഒരാത്മവിശ്വാസവും ധൈര്യവും നൽകുകയാണ്. മറിയം വീണ്ടും എഴുന്നേറ്റ് ദേവാലയത്തിൻ്റെ വാതിക്കലേക്ക് പ്രവേശിക്കുകയാണ്. അത്ഭുതകരമായ ഒരു അനുഭവം മറിയത്തിനുണ്ടാകുന്നത്, അതുവരെ ഒരു രഹസ്യ ശക്തി ഇവളെ ഈ ദൈവാലയത്തിൻ്റെ വാതിക്കൽ നിന്ന് പുറകോട്ട് വലിച്ചെറിഞ്ഞുവെങ്കിൽ ഇപ്പോൾ ഒരു രഹസ്യ ശക്തി ഇവൾക്ക് കവാടങ്ങൾ തുറന്നു കൊടുത്തുകൊണ്ട് ആൾക്കൂട്ടത്തിൻ്റെ നടുവിലൂടെ ഇവളെ നയിക്കുന്നു. അങ്ങനെ അവൾ ദേവാലയത്തിനുള്ളിൽ പ്രവേശിച്ച് ദേവാലയത്തിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് സാഷ്ടാംഗം പ്രണമിച്ച് കർത്താവിൻ്റെ കുരിശിൻ ചുവട്ടിൽ എത്തി. ആ കുരിശിൻ ചുവട്ടിൽ അല്പനേരം ഇവൾ ഇരിക്കുകയാണ്. പഴയ ജീവിത സാഹചര്യങ്ങൾ മുഴുവനും ഇവളുടെ ഓർമ്മയിലേക്ക് വരികയാണ്. ബൈബിളിൽ ഒരു പെണ്ണ് ശിമയോൻ്റെ
ഭവനത്തിൽ ഈശോയുടെ കാൽക്കലിരുന്നു കൊണ്ട് തൻ്റെ കണ്ണീര് കൊണ്ട് ഈശോയുടെ പാദങ്ങൾ കഴുകി തലമുടി കൊണ്ട് തുടച്ചതുപോലെ ഈശോയെ കുരിശിച്ച ആ കുരിശിൻ ചുവട്ടിൽ ഈ മറിയം കണ്ണീരോടെ കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. വലിയ അനുതാപം മറിയത്തിലുണ്ടാവുകയാണ്. അല്പനേരം അവിടെ പ്രാർത്ഥിച്ചതിനു ശേഷം മറിയം തിരിച്ച് തന്നെ സഹായിച്ച പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയാനായിട്ട് പരിശുദ്ധ അമ്മയുടെ രൂപത്തിന് മുൻപിലേക്ക് വരികയാണ്. പരിശുദ്ധ അമ്മയുടെ രൂപത്തിന് മുൻപിൽ നിന്ന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഇനി എന്ത് ചെയ്യണമെന്നൊരു ചോദ്യം കൂടി പരിശുദ്ധ അമ്മയോട് മറിയം ചോദിക്കുന്നുണ്ട്. അപ്പോൾ മറിയത്തിൻ്റെ ഉള്ളിൽ ഒരു സ്വരം കേൾക്കുകയാണ്. ജോർദാൻ നദി കടന്ന് മരുഭൂമിയിലേക്ക് നീ പോവുക, അവിടെ യഥാർത്ഥ വിശ്രമവും സമാധാനവും നീ കണ്ടെത്തും. ഇത് കേട്ട് പരിശുദ്ധ അമ്മയോടും പ്രാർത്ഥിച്ച് മറിയം പുറത്തേക്കിറങ്ങുമ്പോൾ ഒരു അജ്ഞാതൻ, ഒരു അപരിചിതൻ വന്ന് മറിയത്തിന് 3 നാണയങ്ങൾ നൽകും. ഈ 3 നാണയങ്ങൾ കൊണ്ട് മറിയം 3 അപ്പം വാങ്ങിക്കും. ഈ 3 അപ്പം വാങ്ങിച്ചിട്ട് മറിയം കരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. മറിയം ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെ ദൈവാലയം അവരുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെ ദൈവാലയത്തിൽ പ്രവേശിച്ച് അവിടെ നല്ലൊരു കുമ്പസാരം നടത്തി പരിശുദ്ധ കുർബാന സ്വീകരിച്ച് മറിയം മരുഭൂമിയിലേക്ക് പോവുകയാണ്. പിന്നീട് 47 വർഷക്കാലം ഈ മറിയം മരുഭൂമിയിൽ ചെലവഴിക്കുകയാണ്. മറിയത്തിൻ്റെ ജീവചരിത്രം എഴുതപ്പെടുന്നത് ഏകദേശം 635 വിശുദ്ധ സൊഫ്രോണിയോസാണ് ഈ ഈജിപ്തിലെ മറിയത്തിൻ്റെ ജീവചരിത്രം എഴുതുന്നത്. അതിന് കാരണമായ ഒരു സന്യാസിയുണ്ട്. ആ സന്യാസിയുടെ പേര് സൊസിമൂസ് എന്നാണ്. വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെ ആശ്രമത്തിലെ ഒരു അംഗമായിരുന്നു സൊസിമൂസ്. നോമ്പ് കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് വലിയ നോമ്പിനോട് അനുബന്ധിച്ച് സ്നാപക യോഹന്നാൻ്റെ ആശ്രമത്തിലെ സന്യാസികൾ പ്രത്യേകമായിട്ട് ഒരു ആചാരം നടത്തിയിരുന്നു. നോമ്പ് കാലം ആരംഭിക്കുന്ന ഞായറാഴ്ച, ശുബുക്കോനോ ഞായറാഴ്ച, പ്രാർത്ഥനകൾക്ക് ശേഷം നോമ്പ് കാലത്തിലെ ഞായറാഴ്ചയിൽ വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെ ആശ്രമത്തിലെ സന്യാസികൾ പ്രത്യേകമായിട്ടുള്ളൊരു ആചാരം നടത്തിയിരുന്നു. ഞായറാഴ്ച ആഘോഷമായ പ്രാർത്ഥനകൾക്ക് ശേഷം ശുബുക്കോനോയ്ക്ക് വേണ്ടി ഇവരൊരുങ്ങുന്നു. തിങ്കളാഴ്ച ശുബുക്കോനോ ശുശ്രൂഷ നടത്തി പരസ്പരം രമ്യതപ്പെട്ട് 26 സങ്കീർത്തനം ചൊല്ലിക്കൊണ്ട് ഇവർ മരുഭൂമിയിലേക്ക് പോകും. ഇവർ മരുഭൂമിയിലേക്ക് പോയതിനു ശേഷം തിരിച്ചു വരുന്നത് ഓശാനയ്ക്ക് തൊട്ടു മുമ്പുള്ള ശനിയാഴ്ച ആയിരിക്കും. ഇതിനൊരു നിബന്ധനയുണ്ട്. ഒരു കാരണവശാലും പരസ്പരം കാണുവാനോ പരസ്പരം സംസാരിക്കുവാനോ പാടില്ല. ആശ്രമത്തിലുള്ള 2-3 അംഗങ്ങളൊഴികെ ബാക്കി എല്ലാ അംഗങ്ങളും മരുഭൂമിയിലേക്ക് പോകണം. അവിടെ ഒറ്റയ്ക്ക് പ്രാർത്ഥനയിലും ധ്യാനത്തിലും വചന പഠനത്തിലും സങ്കീർത്തന പാരായണത്തിലും ആയിരിക്കണം. ഇവർ ചിലപ്പോൾ ഇവരുടെ ഭക്ഷണത്തിന് ആവശ്യമായ 40 ഈന്തപ്പഴങ്ങൾ, അല്ലെങ്കിൽ കുതിർത്ത ഗോതമ്പ്, ചെറു കാട്ടുപഴങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് ഇവർ മരുഭൂമിയിലേക്ക് പോകുന്നത്. അങ്ങനെ സൊസിമൂസ് എന്ന് പറയുന്ന സന്യാസിയും ഈ സ്നാപക യോഹന്നാൻ്റെ ആശ്രമത്തിൽ നിന്ന് മരുഭൂമിയിലേക്ക് ജോർദാൻ നദി കടന്ന് പോവുകയാണ്. അദ്ദേഹം മുൻപോട്ട് നടക്കുന്ന സമയത്ത് യാമപ്രാർത്ഥനയ്ക്കുള്ള സമയമായി. അദ്ദേഹം മുട്ടുകുത്തി നിന്ന് യാമപ്രാർത്ഥന നടത്തുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മുന്നിലൂടെ ഒരു കറുത്ത് ഇരുണ്ട രൂപം ഓടിമറയുന്നു. പെട്ടെന്ന് ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു അങ്കലാപ്പായി, വലിയ പേടിയായി. കാരണം തനിക്ക് പിശാചിൻ്റെ ദർശനമുണ്ടായി എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. പക്ഷേ ഒന്നുകൂടി അദ്ദേഹം സൂക്ഷിച്ചു നോക്കിയപ്പോൾ അത് പിശാചല്ല, അതൊരു മനുഷ്യനാണ്. ശരീരം മുഴുവനും കറുത്തിരിക്കുന്നുവെങ്കിലും തലമുടി നന്നായിട്ട് വെളുത്തിരിക്കുന്നു. അതുപോലെ തന്നെ അസാമാന്യമായിട്ടുള്ള, അസാധാരണമായിട്ടുള്ള ഒരു പ്രകാശം ഈ വ്യക്തിയെ ചുറ്റി നിൽക്കുന്നു. ആയതിനാൽ സൊസിമൂസ് എഴുന്നേറ്റ് മറിയത്തോടൊപ്പം ഓടുകയാണ്. തൻ്റെ മുൻപിൽ ഓടുന്ന ഈ കറുത്ത രൂപത്തോടൊപ്പം സൊസിമൂസ് ഓടുകയാണ്. ഓട്ടത്തിൽ ഈ വ്യക്തിയുടെ ഏകദേശം അടുത്തെത്താറായപ്പോൾ സൊസിമൂസ് വിളിച്ചു ചോദിക്കുന്നു, നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്നെ അനുഗ്രഹിച്ചിട്ട് പോകൂ. പെട്ടെന്ന് ഈ
രൂപം സൊസിമൂസിനോട് പറയുകയാണ്, അല്ലയോ ശ്രേഷ്ഠ സന്യാസിയായ സൊസിമൂസ്, ഞാനൊരു സ്ത്രീയാണ്, ഞാൻ നഗ്നയാണ്, എൻ്റെ അടുത്തേക്ക് വരരുത്. ഒരിക്കൽ കൂടി വീണ്ടും സൊസിമൂസ് ഞെട്ടിത്തരിക്കുകയാണ്. കാരണം ഇതാ ഒരു അപരിചിതൻ എൻ്റെ പേര് വിളിച്ചു പറഞ്ഞിരിക്കുന്നു. ഇവൻ എങ്ങനെ എന്നെ അറിയാം? വീണ്ടും സൊസിമൂസ് ഈ വ്യക്തിക്ക് പിന്നാലെ ഓടി വ്യക്തിയോട് ഇങ്ങനെ ഇപ്രകാരം വിളിച്ചു പറയുകയാണ്, ആരോടുള്ള സ്നേഹത്തെ പ്രതി നീ ഈ മരുഭൂമിയിൽ ഇത്രമേൽ ത്യാഗോജനമായ ജീവിതം നയിക്കുന്നുവോ, ആ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി, ആ ദൈവത്തിൻ്റെ നാമത്തിൽ നിന്നോട് ഞാൻ പറയുന്നു, ഇവിടെ നിന്ന് എന്നെ അനുഗ്രഹിച്ചിട്ട് മാത്രമേ അവിടുന്ന് പോകാവൂ. പെട്ടെന്ന് മറിയം ഇപ്രകാരം സൊസിമൂസിനോട് വിളിച്ചു പറയുകയാണ്, അല്ലയോ ശ്രേഷ്ഠ പുരോഹിതനായ സന്യാസി, ഞാൻ നഗ്നയാണ്. അങ്ങയുടെ മേലങ്കി എനിക്ക് ഇട്ടുതരികയാണെങ്കിൽ ഞാൻ അങ്ങയോട് സംസാരിക്കാം, കാരണം ഞാനൊരു സ്ത്രീയാണ്. പെട്ടെന്ന് സൊസിമൂസ് തൻ്റെ മേലങ്കി ഈ മറിയത്തിന് നേരെ ഇട്ടുകൊടുക്കുകയാണ്. മറിയം സൊസിമൂസിൻ്റെ മേലങ്കി കൊണ്ട് തൻ്റെ നഗ്നത മറച്ച് സൊസിമൂസിനോട് സംസാരിക്കുകയാണ്. രണ്ടുപേരും പരസ്പരം പറയുന്നത്, എന്നെ അനുഗ്രഹിക്കൂ, എന്നെ അനുഗ്രഹിക്കൂ, എന്നെ അനുഗ്രഹിക്കൂ എന്നാണ്. എന്തായാലും തൻ്റെ മുൻപിൽ നിൽക്കുന്ന ഈ അപരിചിത അസാധാരണമായ വിശുദ്ധ ജീവിതത്തിൻ്റെ ഉടമയാണ് എന്ന് അല്പസമയത്തിനുള്ളിൽ തന്നെ സൊസിമൂസിന് മനസ്സിലായി. സൊസിമൂസ് ദൈവനാമത്തിൽ എന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കൂ എന്ന് പറയുമ്പോൾ മറിയം വീണ്ടും പറയുന്നു, നീ ഒരു പുരോഹിതനല്ലേ, അങ്ങാണ് എന്നെ അനുഗ്രഹിക്കേണ്ടതെന്ന്. പക്ഷേ പല പ്രാവശ്യം സൊസിമൂസ് വീണ്ടും വീണ്ടും പറഞ്ഞതനുസരിച്ച് മറിയം സൊസിമൂസിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പെട്ടെന്നാണ് ഞെട്ടിപ്പിക്കുന്ന ആ സത്യം സൊസിമൂസ് തിരിച്ചറിയുന്നത്. തൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഈ മറിയം ഇതാ വായുവിൽ അല്പം ഉയർന്നു നിന്ന് പ്രാർത്ഥിക്കുന്നു, തന്നേക്കാൾ ഉയർന്നു നിന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ കൺമുൻപിൽ നടക്കുന്ന ഓരോ അത്ഭുതങ്ങളും കണ്ടുകൊണ്ട് ദൈവം എത്ര വലിയവനാണ് എന്നുള്ള ഒരു ബോധ്യം സൊസിമൂസിൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ സൊസിമൂസ് മറിയത്തെ നിർബന്ധിച്ചുകൊണ്ട് പറയുകയാണ്, മറിയം, അല്ലയോ ശ്രേഷ്ഠയായ അമ്മയുടെ ജീവിതത്തെക്കുറിച്ച് എന്നോട് പറയുക. മറിയം പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ ഇപ്പോൾ സംസാരിക്കുകയാണെങ്കിൽ അങ്ങും ഈ ദേശവും അശുദ്ധമാകും. കാരണം അത്രമേൽ പാപത്തിന് അടിമപ്പെട്ട ജീവിതം നയിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അവസാനം സൊസിമൂസിൻ്റെ നിർബന്ധത്തെ പ്രതി മറിയം ഇങ്ങനെ പറയുന്നുണ്ട്, അങ്ങയുടെ മുൻപിൽ ഞാൻ നഗ്നയായിട്ട് നിന്നു, ആയതിനാൽ എൻ്റെ ജീവിതത്തിൻ്റെ നഗ്നസത്യങ്ങളെ തുറന്നു പറയുന്നതിന് എനിക്ക് മടിയില്ല. അങ്ങനെ മറിയം തൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള എല്ലാ സംഭവങ്ങളും സൊസിമൂസ് എന്ന് പറയുന്ന ഈ സന്യാസ ശ്രേഷ്ഠനോട് പറയുകയാണ്. വലിയ ആകാംക്ഷയോടെ ഞെട്ടലോടെ മറിയത്തിൻ്റെ കഥ മുഴുവനും ഈ സൊസിമൂസ് കേൾക്കുകയാണ്. 12 വയസ്സ് തൊട്ട് 29 വയസ്സ് വരെ പാപത്തിൽ ജീവിച്ചവൾ ദൈവസ്നേഹത്തെ പ്രതി ഇറങ്ങിത്തിരിച്ചതിൻ്റെ കഥ. അങ്ങനെ ആദ്യത്തെ ചോദ്യം സൊസിമൂസ് മറിയത്തോട് ചോദിക്കുന്നു, ഈ മരുഭൂമിയിൽ എങ്ങനെയാണ് നിങ്ങൾ ഇത്രയും നാൾ ഒറ്റയ്ക്ക് കഴിഞ്ഞത്? മൃഗങ്ങൾ നിങ്ങളെ ഉപദ്രവിച്ചില്ലേ? അപ്പോൾ മറിയം സൊസിമൂസിനോട് പറയുന്നുണ്ട്, എൻ്റെ ഉള്ളിൽ ഒരു മൃഗമുണ്ടായിരുന്നു. 17 വർഷമായിട്ട് ഈ മൃഗത്തെ പൂട്ടിയിടാനുള്ള പരിശ്രമം ഞാൻ നടത്തി. 17 വർഷം കൊണ്ടാണ് എൻ്റെ ഉള്ളിലെ മൃഗത്തെ ഞാൻ പൂട്ടിയത്. പിശാചിൻ്റെ പാട്ടുപാടുവാനും ഈ ഭൂമിയുടെ സന്തോഷത്തിലേക്ക് തിരികെ മടങ്ങുവാനും പലയാവർത്തി എന്നോട് പറഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ ഉള്ളിലെ പച്ചയായ ഒരു മൃഗം, 17 വർഷം കൊണ്ട് ആ മൃഗത്തെ ഞാൻ പൂട്ടിയിട്ടു. രണ്ടാമത്തെ ചോദ്യം സൊസിമൂസ് മറിയത്തോട് ചോദിക്കുന്നത്, എങ്ങനെയാണ് വസ്ത്രമില്ലാതെ ഭക്ഷണമില്ലാതെ നിങ്ങൾക്ക് ഇവിടെ കഴിഞ്ഞുകൂടുവാനായിട്ട് സാധിച്ചത്? അപ്പോൾ സൊസിമൂസിനോട് മറിയം പറയുന്ന ഉത്തരം, ഞാൻ ദേവാലയത്തിൽ നിന്ന് ഇറങ്ങി 3 അപ്പം മേടിച്ചു. അതിൽ അരമുറി അപ്പം ഞാൻ കഴിച്ചതിന് ശേഷം ജോർദാൻ നദിയിൽ നിന്ന് വെള്ളം കുടിച്ച് ഞാൻ ഈ മരുഭൂമിയിലേക്ക് വന്നു. മരുഭൂമിയിലെ കഠിനമായ ചൂട് കൊണ്ട് എൻ്റെ അപ്പം ഉറഞ്ഞുപോയി. ആദ്യ കുറേ നാൾ അല്പം അപ്പം കഴിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതം നിലനിർത്തി. പിന്നീട് ദാഹിക്കുമ്പോഴൊക്കെ ജോർദാൻ നദിയിൽ വന്ന് വെള്ളം കുടിച്ചും ഈ മരുഭൂമിയിലെ പച്ചിലകളും കാട്ടുപഴങ്ങളും ഒക്കെ കഴിച്ച് ഞാൻ എൻ്റെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നു. വീണ്ടും സൊസിമൂസ് മറിയത്തോട് ചോദിക്കുകയാണ്, പിന്നീട് എങ്ങനെയാണ് ഇവിടെ ജീവിക്കുവാൻ സാധിച്ചത്? അപ്പോൾ മറിയം പറയുന്നുണ്ട്, ചൂട് സമയത്ത്
തണുപ്പ് സമയത്തൊക്കെ ഞാൻ തകർന്ന് തരിപ്പണമായി പോയിട്ടുണ്ട്, ഞാൻ വീണു പോയിട്ടുണ്ട്. പലപ്പോഴും ഇതെൻ്റെ മരണമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഒരു വസ്ത്രവുമായിട്ടാണ് ഈ മരുഭൂമിയിൽ വന്നത്, അതായത് ഞാൻ ഉടുത്തിരുന്ന ഈ വസ്ത്രം. ആ വസ്ത്രം വെയിൽ കൊണ്ടും ചൂടുകൊണ്ടും ഇല്ലാതായി തീർന്നു. അങ്ങനെയാണ് ഞാൻ നഗ്നയായത്. അങ്ങനെയാണ് എൻ്റെ ശരീരം മുഴുവനും കറുത്തു പോയത്. എന്നിട്ട് മറിയം ജോബിൻ്റെ പുസ്തകത്തിൽ നിന്നും മോശയുടെ ചില ഉദ്ധരണികളും ഒക്കെ പറയുകയാണ്. അപ്പോൾ സൊസിമൂസ് മറിയത്തോട് ചോദിക്കുകയാണ്, അമ്മയ്ക്ക് എങ്ങനെയാണ് ഇത്രയും വചനങ്ങളൊക്കെ മനസ്സിലായത്? അപ്പോൾ മറിയം സൊസിമൂസിനോട് പറയുകയാണ്, ഞാൻ 47 വർഷമായിട്ടൊരു മനുഷ്യനെയും കണ്ടിട്ടില്ല. ഞാൻ 47 വർഷമായിട്ട് ഒരു മനുഷ്യനോടും സംസാരിച്ചിട്ടില്ല. എന്നാൽ ഞാൻ എൻ്റെ ജീവിതകാലത്ത് ഞാൻ അങ്ങനെ പരിശുദ്ധ ബൈബിൾ വായിക്കുകയോ കാണുകയോ ശ്രദ്ധിക്കുകയോ ചെയ്തിട്ടുമില്ല. പക്ഷേ ഈ മരുഭൂമിയിൽ ആത്മാവ് ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ പരിശുദ്ധ മറിയവും സൊസിമൂസും തമ്മിൽ ഹൃദയസ്പർശിയായിട്ടുള്ള വലിയ സംഭാഷണങ്ങൾ നടക്കുകയാണ്. സൊസിമൂസിനോട് മറിയം ചോദിക്കുകയാണ്, സഭ എങ്ങനെ പോകുന്നു? അപ്പോൾ മറിയത്തോട് സൊസിമൂസ് പറയുന്നൊരു കാര്യമുണ്ട്. അമ്മയുടെ ഇത്രയും ശക്തമായ ത്യാഗോചല ജീവിതത്താൽ സഭ അനുഗ്രഹീതമായിട്ട് മുന്നോട്ട് പോകുന്നു. സഭയ്ക്ക് എന്നും ബലമേകുന്നത് സന്യാസികളുടെ ത്യാഗോചലമായ ജീവിതമാണ്. ഇവർ യാത്ര പറഞ്ഞ് പിരിയുമ്പോൾ സൊസിമൂസിനോട് മറിയം ഒരാഗ്രഹം പറയുകയാണ്, പെസഹ വ്യാഴാഴ്ച എനിക്ക് പരിശുദ്ധ കുർബാന നൽകാനായിട്ട് അങ്ങ് വരണം. അങ്ങനെ 47 വർഷങ്ങൾക്ക് ശേഷം, വളരെ തീക്ഷ്ണമായ തീവ്രമായ ഒരുക്കത്തിനു ശേഷം സൊസിമൂസിൽ നിന്ന് പരിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് മറിയം ഒരുങ്ങി. ജോർദാൻ നദീതീരത്ത് പെസഹ വ്യാഴാഴ്ച പരിശുദ്ധ കുർബാനയുമായിട്ട് സൊസിമൂസ് വരികയാണ്. അപ്പുറത്ത് മറിയം വന്ന് നിൽക്കുന്നു. എന്നാൽ സൊസിമൂസിന് അങ്ങോട്ട് പോകുവാൻ ഒരു ബോട്ടില്ലാത്തതിനാൽ അദ്ദേഹം വിഷമിച്ച് നിൽക്കുമ്പോൾ മറിയം ജലത്തിനു മുകളിൽ ഒരു കുരിശ് വരച്ച് ജോർദാൻ നദിയുടെ വെള്ളത്തിന് മുകളിലൂടെ നടന്നു വന്ന് പരിശുദ്ധ കുർബാന സ്വീകരിച്ച് തിരികെ പോയി. സൊസിമൂസിനോട് പറഞ്ഞു, അടുത്ത വർഷം ഇതേ സമയത്ത് വീണ്ടും ഇവിടെ വരണം. അങ്ങനെ അടുത്ത വർഷം ഇതേ സമയത്ത് സൊസിമൂസ് തിരിച്ചു വരുമ്പോൾ കാണുന്ന കാര്യം, താൻ ആദ്യം കണ്ട സ്ഥലത്ത് മറിയം മരിച്ചു കിടക്കുന്നു. അവിടെ ഇങ്ങനെ എഴുതിയിരുന്നു, നീ എനിക്ക് കുർബാന തന്ന അന്നേ ദിവസം തന്നെ ഞാൻ ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു. എൻ്റെ ശരീരം ഇവിടെ അടക്കണം. അപ്പോൾ സൊസിമൂസിൻ്റെ മനസ്സിലേക്ക് പരിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷം മറിയം പറഞ്ഞ വാക്കുകൾ ഓർമ്മ വരികയാണ്. അങ്ങ് ഒരുക്കിയ രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു, ഇനി എന്നെ സമാധാനത്തിൽ വിട്ടയക്കണമേ. ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് മറിയത്തെ അടക്കാനായിട്ട് സൊസിമൂസ് പരിശ്രമിക്കുകയാണ്. എന്നാൽ ഉറഞ്ഞുകിടക്കുന്ന ഭൂപ്രദേശം കുഴിക്കാനായിട്ട് സൊസിമൂസിന് സാധിക്കുന്നില്ല. സൊസിമൂസ് പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ അതാ ഒരു സിംഹം വന്ന് മറിയത്തിൻ്റെ ശരീരത്തിന് ചുറ്റും നടക്കുകയും മറിയത്തിൻ്റെ ശരീരത്തിൽ ഇങ്ങനെ സ്നേഹചുംബനങ്ങൾ നൽകുകയും ചെയ്തു. അവസാനം സൊസിമൂസിനെ ഈ സിംഹം സഹായിക്കുകയാണ് വലിയൊരു കുഴിയെടുത്ത് മറിയത്തെ അടക്കം ചെയ്യാനായിട്ട്. അങ്ങനെ സിംഹത്തിൻ്റെ സഹായത്തോടെ ക്രൈസ്തവോചിതമായ ഒരു അടക്കം മറിയത്തിന് സൊസിമൂസ് നൽകി. പ്രിയപ്പെട്ടവരെ, പാപത്തിൻ്റെ പിടിയിലായിരുന്ന ഒരു മകൾ, പാപത്തിൻ്റെ പിടിയിലായിരുന്ന ഒരു മകൾ യഥാർത്ഥമായ മാനസാന്തരത്തിലേക്ക്, അനുതാപത്തിലേക്ക് കടന്നു വന്നപ്പോൾ, ശക്തമായി 47 വർഷം മരുഭൂമിയിൽ ഒറ്റയ്ക്ക് ജീവിച്ചു കഴിഞ്ഞപ്പോൾ എത്രമാത്രം ദൈവസ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് ആ വ്യക്തി കടന്നു ചെന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ മറിയത്തിൻ്റെ ജീവിതം. നമ്മുടെയൊക്കെ ജീവിതത്തിലും മാനസാന്തരം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ കുറേ കൂടി ദൈവീക ഇടപെടലുകൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, യഥാർത്ഥമായ മാനസാന്തരത്തിലേക്കും യഥാർത്ഥമായ പശ്ചാത്താപത്തിലേക്കും യഥാർത്ഥമായ പ്രായശ്ചിത്തത്തിലേക്കും പരിഹാര പ്രവൃത്തികളിലേക്കും കടന്നു വരാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ പ്രായശ്ചിത്തത്തിനും പരിഹാരത്തിനും പശ്ചാത്താപത്തിനും മാത്രമേ സാധിക്കുകയുള്ളൂ. തിരുസഭ ഇന്ന് മറിയത്തെ വലിയൊരു വിശുദ്ധയായിട്ട് വണങ്ങുമ്പോൾ, പ്രിയപ്പെട്ടവരെ, തിരുസഭ ഇന്ന് ത്വക്ക് രോഗങ്ങളിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നതിനും പനി പോലെയുള്ള രോഗങ്ങളിൽ നിന്ന് സൗഖ്യം ലഭിക്കുന്നതിനും യഥാർത്ഥമായ അനുതാപവും മാനസാന്തരവും വ്യക്തികൾക്കുണ്ടാകുന്നതിനും ജഡികാസക്തികളിൽ നിന്ന് മോചനം ലഭിക്കുന്നതിനുമായി മറിയത്തിൻ്റെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കുറവുകളെ നിറവുകളാക്കുന്ന ദൈവസാന്നിധ്യം അനുഭവിക്കുവാൻ
യഥാർത്ഥമായ മാനസാന്തരത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ. കർത്താവ് നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.